എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ക്ലിനിക്കലി ഞാൻ ജസ്റ്റ് ആരോടെങ്കിലും നിങ്ങളൊന്ന് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മതി, വെയിറ്റ് കുറച്ചാൽ മതി, അത് കഴിയുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്നത്തെ മോഡേൺ സയൻറ്റിഫിക് ടെക്നോളജിയും സയൻറ്റിഫിക് സപ്പോർട്ടും കൊടുത്തോണ്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പം ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പോപ്ലേസിയ ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറയുന്നത്. യൂഷ്വലി നമ്മളൊരു പ്രോസ്റ്റേറ്റിൻ്റെ സൈസാണ് നമ്മൾ സ്കാനിങ്ങിൽ നോക്കുന്നത്. ഒരു 22-25 മാക്സിമം 30 വരെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ 25 മുകളിലേക്ക് വരുമ്പോഴേക്കും അല്ലെ 27 മുകളിലേക്ക് വരുമ്പോഴേക്കും മൈൽഡ് പ്രോസ്റ്റേറ്റിക് ഹൈപ്പോപ്ലേസ് എന്ന് പറയും. പിന്നെ BPH എന്ന് പറയും. പിന്നെ 35 to അതിന് 40 അങ്ങനെ ഓരോ ലെവൽ വെച്ചാണ് നമ്മൾ ഗ്രേഡിങ് പറയുന്നത്. അപ്പം അത് ആ പ്രോസ്റ്റേറ്റിൻ്റെ സൈസും അതുപോലെ തന്നെ റെസിഡ്യൂൽ യൂറിൻ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് എത്ര മൂത്രം പ്രോസ്റ്റേറ്റിൽ ബ്ലാഡറിൽ കിടക്കുന്നുണ്ട്. കാരണം മൂത്രത്തിന് തടസ്സമാണല്ലോ ഇതുണ്ടാക്കുന്നത്. പ്രോസ്റ്റേറ്റ് യൂറിത്ര ഈ പ്രോസ്റ്റേറ്റിനകത്തുകൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അവിടെയാണ് തടസ്സം വരുന്നത്. മൂത്രം മൊത്തം ഒഴിക്കാൻ പറ്റാതെ വരും. അങ്ങനെ തടസ്സം വരുന്നുണ്ടോ ഈ കാര്യമാണ് നമ്മൾ സ്കാനിങ്ങിനാണേലും നോക്കുന്നത്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രൊഫഷണലായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നടത്തി നമ്മൾ അപ്പം അവിടെ പ്രോസ്റ്റേറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആവും. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മരുന്നിൽ നിന്ന് മാറാൻ പറ്റും. HbA1c ഷുഗർ മാത്രമല്ല, നമുക്ക് HbA1c ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ BP ഉള്ളവർക്ക് BPയും കുറയും. കാരണം ഈ പ്രോസ്റ്റേറ്റ് പേഷ്യൻസിന് എല്ലാം തന്നെ ഈ പ്രോബ്ലംസും കൂടെ ഉണ്ടാകും. ഓൾറെഡി അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരു ഡീറ്റെയിൽ ടെസ്റ്റ് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പലതും എല്ലാം ഉണ്ടാവണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് മാറാമെന്നുള്ളതാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അപ്പം ശരിക്കും ഫസ്റ്റും ലാസ്റ്റും, കാരണം ഞാൻ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഗ്രേഡ് 4 കാണാറുണ്ട്. ഈവൻ PSA കൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞവർക്കും കാണാറുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മെഡിസിൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു അക്യൂട്ട് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂറിനറി റിട്ടൻഷനായിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കത്തീറ്ററൈസേഷൻ വേണ്ടി വരും അപ്പോഴത്തേത് മാറാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകും. കാരണം ഈ അതിൻ്റെ ഇങ്ങനെ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും. അതിന് ആൻറ്റിബയോട്ടിക് വേണ്ടി വരാം. പിന്നെ മൂത്രം ഈസി ആയിട്ട് പാസ് ചെയ്യാൻ ചില ബീറ്റ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ ഈ അക്യൂട്ട് ഇങ്ങനെ കൂടുതൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആൻറ്റി ടെസ്റ്റോസ്റ്ററോൺ മെഡിസിൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ഫൈനൽ റിസൾട്ട്, ഫൈനൽ സൊല്യൂഷനും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.